എല്ലാവർക്കും നമസ്കാരം. രഞ്ജുവാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് വാർത്തിടാമെന്ന് വിചാരിച്ചു. കിച്ചനും ബാത്റൂമുകളും, 2 കിച്ചനും ഡൈനിങ്ങും ബാത്റൂമും, അത്രയും പോർഷൻ വാർത്തിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പൊളിച്ചു മേയാമെന്ന് വെച്ചപ്പോൾ 100 ആൾക്കാർ വന്ന് 100 അഭിപ്രായം വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ചു എന്നാൽ ഇതാക്കണ്ട, അവിടെ വാർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിയണ്ടല്ലോ. ഇതാണ് നമ്മുടെ സ്വപ്നം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ 8-ൻ്റെയും 10-ൻ്റെയും ഒക്കെ കമ്പിയൊക്കെ കമ്പി എടുത്തോണെന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നേരത്ത് നമ്മൾ കമ്പി ഇറക്കണം, പിന്നെ പൈസ കൊടുക്കണം, പിന്നെ വണ്ടിക്കാരെ വെറുതെ ചിറ്റിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാ മുകൾ വശത്തെ കാഴ്ചയാണ്. കമ്പി കെട്ടണേക്കാൻ മുമ്പ് കമ്പി ഇടാൻ തുടങ്ങി, അപ്പോഴടുത്തത് ഷീറ്റിട്ട് തട്ടടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കയറാൻ പേടിയായിരുന്നു. നമ്മുടെ സാധാ കോണി വെച്ചിട്ട് ഉണ്ണിക്കുട്ടൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവനെ കൊണ്ട് ഇടിപ്പിച്ച വീഡിയോ കേട്ടോ. അപ്പോൾ അവർ ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ എടുത്തതാണ്. അതാ ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരിക. ഇനി ഇതിൻ്റെ മീതെയാണ് നമ്മൾ വാർക്കാൻ പോണത്. കമ്പി കെട്ടി തുടങ്ങണേ ഉള്ളൂ. ഇന്ന് തന്നെയാണ് വാർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് എന്നാ 4-ാം തീയതി, ഏപ്രിൽ 4-ാം തീയതി. അപ്പോൾ നമ്മളെപ്പോഴും പറയണ മാതിരി നമ്മുടെ വീടിൻ്റെ ഓരോ പണികളും നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും തന്നെ വീട്ടിലില്ല, അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോണ നേരത്ത് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അമ്മയ്ക്കിങ്ങനെ വാർപ്പിൻ്റെയും ഒക്കെ വാർക്കണേൻ്റെ ഒരു സന്തോഷവും, ഞങ്ങൾ ആരും ഇല്ല ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലും, അതുകൊണ്ടൊക്കെ അമ്മ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. രാവിലെ 12 പണിക്കാരുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം രാവിലത്തേക്ക്, അപ്പോൾ ഉച്ചക്കത്തേക്കും ഒക്കെ കൊടുക്കണം. ഒന്നും റെഡിയാക്കിയിട്ടില്ല. കാരണം തലേ ദിവസം ഞാൻ എൻ്റെ കയ്യിൽ എന്താ പറയുക, ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉള്ള ഓട്ടവും പൈസ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ഞാൻ മാത്രമേ ഇല്ലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ടെൻഷനും 2 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോഴാണ് വാർപ്പിൻ്റെ അന്ന് നമുക്കൊരു ഇത് ആക്കാൻ പോലും ഒരാൾ ഇവിടെ ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ പോലും ആരും ഇല്ലാത്ത കാരണം ഒരു വിഷമമാണ്. അതാ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കും മനസ്സിലാവുന്നൊരു കാര്യം. അപ്പോൾ ഉണ്ണിക്കുട്ടനാണ് മുകളിൽ കയറി വീഡിയോ എടുത്തത്. അപ്പോൾ അവൻ എല്ലാ ഭാഗവും നല്ല രീതിക്ക് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ അടുക്കളയിൽ നമ്മുടെ പണിക്കാർക്കുള്ള കഞ്ഞിയും പയറൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പണിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ 7:15 എത്തി. പിന്നെ പണികൾ അവിടെയൊക്കെ കോൺക്രീറ്റ് കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇതാക്കുന്നുണ്ട്. ആ വാഴയൊക്കെ വെട്ടിക്കളഞ്ഞ് അവിടെ സ്ഥലമാക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ ആക്കിയിട്ടതാണ്. പിന്നെ ബാക്കി അവർ ആ വാഴയൊക്കെ വെട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇവിടെയുണ്ട്, കുറച്ച് പേര് ഫ്രണ്ടിലുണ്ട്. അങ്ങനെ 12 പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതാ കണ്ടില്ലേ, കഞ്ഞിയും പയറുമാണ് നമ്മൾ വെച്ചത്. കാരണം ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാക്കണ്ടേ, അപ്പോൾ നേരം നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഞ്ഞി വെച്ചു. കഞ്ഞിയും പയറുപ്പേരിയും അച്ചാറും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മണൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ വലിയ 1.5 യൂണിറ്റിൻ്റെ വണ്ടിയാണ് വന്നത്. അപ്പോൾ നമുക്കത് തിരിയാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ ഒരു വഴി ചെറിയ ഇടവഴിയാണ്. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ്, ഒരു പോസ്റ്റ് ഉണ്ട്, കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റാനായിട്ട് പറ്റുക. അപ്പോൾ അത് നമ്മുടെ ഒരു സൈഡിലത്തെ ഗേറ്റൊക്കെ അഴിച്ചെടുക്കേണ്ടി വന്നു. ചെടിച്ചട്ടി ബാക്കിയുള്ളത് മാറ്റേണ്ടി വന്നു. അങ്ങനെ കുറച്ച് പണിപ്പെട്ട് നമ്മുടെ വണ്ടി നമ്മുടെ പറമ്പിക്ക് കയറി. എന്നിട്ട് മണൽ തട്ടിയത് കേട്ടോ. അപ്പോൾ 1.5 യൂണിറ്റ് വണ്ടിയാണ് വന്നത്. അതങ്ങനെ നിർത്തിട്ട് പിന്നെ ബാക്ക് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ പോയി വളർത്താലോ.
അതിൻ്റെ ഇടയിൽ ഇതാ സിമെൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ സിമെൻ്റൊക്കെ അവർ എന്താണ് കൂട്ടി മറക്കുക, എന്താ അതിനെ പറയുക, മിക്സ് ചെയ്യുക. നമ്മുടെ വീടിൻ്റെ പിന്നിലത്തേക്ക് മിക്സിങ് മെഷീൻ കടക്കില്ല. പിന്നെ ഇവിടെ ഒട്ടും സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. ഇതാ ലാഡർ ഉണ്ട്, മുകളിലേക്ക് കയറാൻ അവർ കൊണ്ടുവന്ന വാർപ്പിൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന ലാഡറാണ് കേട്ടോ. ഇതിൽ കൂടിയാണ് അങ്ങോട്ട് മുകളിലേക്ക് കയറിയതൊക്കെ. പിന്നെ ഇതാ അവരിങ്ങനെ പ്രത്യേക തരത്തിലാട്ടോ ഓരോ കൂട്ടിൽ ഒരു ചാക്ക് സിമെൻറ്റിന് വേണ്ട സാധനങ്ങൾ അങ്ങനെ ഇട്ടിട്ട് ആദ്യം അവർ 20 കൂട്ടാണ് ഇങ്ങനെ കൂട്ടിയിട്ടത്. അപ്പോൾ അവർക്കുള്ള കഞ്ഞിയും പയറും രാവിലെ 10 ആയപ്പോൾ അവർക്ക് കഞ്ഞി കൊടുത്തു. ഞാൻ വിചാരിച്ചു ഹിന്ദിക്കാരായതുകൊണ്ട് ഇനി കഞ്ഞി കുടിക്കില്ലായിരിക്കുമെന്ന്. ഭാഗ്യത്തിന് അവരതൊക്കെ കുടിച്ചു കേട്ടോ, അല്ലെങ്കിൽ കുറേ കഞ്ഞി ബാക്കി വന്നേനെ. ഒരു കലം കഞ്ഞി വെച്ചപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാൻ വിളിച്ചപ്പോൾ അവർ വരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, കഞ്ഞി കുടിക്കില്ലായിരിക്കും ഇവിടെയാ. അപ്പോൾ അവർ കഞ്ഞി കുടിക്കില്ലായിരിക്കുമോ എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവർ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ അവിടെ ലാഡറുമ്മ കയറുകയാണ്. അപ്പോൾ അവരിത് അവിടെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലാഡറുമ്മ കയറി ജസ്റ്റ് എന്താ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. ഞാൻ അതുവരെ കയറിയുള്ളൂ. അത്ര കയറിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര പേടി തോന്നി. ലാഡറൊക്കെ ഇടുന്ന് ഇങ്ങനെ ഇളകണുണ്ടേ. ഞാൻ അതേപടി ഇങ്ങോട്ട് ഇറങ്ങി. ആ ലാസ്റ്റത്തെ 3 സ്റ്റെപ്പ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇതാ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ അവിടെ മിക്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫോണിൽ സ്പേസും ഇല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യം. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് കൂടുതൽ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ മീന് പോകുമ്പോൾ അവളുടെ കുറച്ച് മെറ്റലടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു വേറെ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.